ഹലോ ഫ്രണ്ട്സ്, മഹാലക്ഷ്മിയുടെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനില്ലാത്ത സമയം നോക്കി മഹാലക്ഷ്മിയെ അപായപ്പെടുത്താനായിട്ട് മേഘനാഥൻ ഗുണ്ടകളെ ഏൽപ്പിക്കുന്നു. വളരെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. ഒരു കാരണവശാലും ഈ ഒരു ദൗത്യം പാഴായി പോകരുതെന്നും അങ്ങനെ മഹാലക്ഷ്മിയുടെ ഫോട്ടോ സഹിതം ഗുണ്ടകളെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്തായാലും എല്ലാം ഭംഗിയായി തന്നെ നടത്തണമെന്ന് മേഘനാഥൻ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ഇത്തവണയും മഹാലക്ഷ്മിയുടെ രക്ഷകനായിട്ട് മാർക്കോ തന്നെയാണ് എത്തിപ്പെടുന്നത്. അങ്ങനെ ഗുണ്ടകളിൽ നിന്നെല്ലാം മഹാലക്ഷ്മിയെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നുണ്ട്. എല്ലാ ഗുണ്ടകളെയും അടിച്ച് തരിപ്പിടമാക്കുന്നുണ്ട് കേട്ടോ മാർക്കോ. മഹാലക്ഷ്മിയെ ഈ ഗുണ്ടകളിൽ നിന്ന് രക്ഷിച്ച മാർക്കോനോട് കണ്ണൻ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ചുറ്റിനും ശത്രുക്കൾ ഇങ്ങനെ നിൽക്കുന്നു, അതുകൊണ്ട് തന്നെയാണ് ഞാൻ തന്നോട് മഹാലക്ഷ്മിയുടെ മേൽ ഒരു കണ്ണുണ്ടാവണമെന്ന് ഞാൻ പറഞ്ഞത് തന്നെ. എന്തായാലും ഇത്തവണയും താൻ എൻ്റെ മഹാലക്ഷ്മിയെ രക്ഷിച്ചതിന് തന്നോട് എത്ര പറഞ്ഞാലും തീരാത്ത നന്ദിയുണ്ടെന്നും ഇത് മിക്കവാറും ആ മേഘൻ്റെ പ്ലാൻ തന്നെയായിരിക്കുമെന്ന് കണ്ണൻ പറയുമ്പം മാർക്കോ പറയുന്നുണ്ട്, ഒരു സംശയവും വേണ്ട, സാറ് ചിന്തിക്കുന്നത് പോലെ ആ മേഘനാഥൻ തന്നെയാണ് ഈ ഗുണ്ടകളെ ഏർപ്പാടാക്കിയതെന്ന് മാർക്കോ അറിയിക്കുന്നുണ്ട്. സാർ എന്നെ മഹാലക്ഷ്മിയെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ അന്ന് മുതൽ തന്നെ ഞാൻ മാഡത്തിൻ്റെ നിഴലായിട്ട് കൂടെയുണ്ട്. അതുപോലെ തന്നെ മേഘനാഥനെയും ഞാൻ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് മേഘനാഥനാണ് മഹാലക്ഷ്മി മാഡത്തെ കൊല്ലാനായിട്ട് ഈ ഗുണ്ടകളെ ഏർപ്പാടാക്കിയതെന്ന് ഞാൻ അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വളരെയേറെ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ഇനിയും ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് മാർക്കോ പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, എൻ്റെ ഈ തളർച്ച കണ്ടിട്ട് തന്നെയാണ് ദൈവം തന്നെ ഞങ്ങളുടെ അരികിലേക്ക് എത്തിച്ചതെന്ന് പറയുകയാണ് കണ്ണൻ. അതേസമയം മഹാലക്ഷ്മി പറയുന്നുണ്ട്, കണ്ണേട്ടൻ മാർക്കോട് ഇടിയൊന്ന് കാണണം, ഒരു സിനിമാ സ്റ്റൈലിൽ തന്നെയായിരുന്നു ഇടിയൊന്നും. വളരെ തടിമാടന്മാരെ പോലുള്ള ഗുണ്ടകളെല്ലാം നിമിഷം കൊണ്ടാണ് മാർക്കോ അടിച്ചു വീഴ്ത്തിയതെന്നെല്ലാം പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട്, ഒരു നല്ല പ്രവൃത്തിക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേക എനർജി കൂടുതലായിട്ട് കിട്ടുമെന്നെല്ലാം പറയുന്നു. കണ്ണൻ പറയുന്നുണ്ട്, ഇതിനെല്ലാം ഞാൻ തന്നോട് എങ്ങനെയാണോ നന്ദി പറയേണ്ടത്, ഇപ്പോൾ എത്രാമത്തെ പ്രാവശ്യവും ഞങ്ങളെ ഞാൻ രക്ഷിക്കുന്നതെന്നെല്ലാം പറയുന്നു. ആ സമയം മഹാലക്ഷ്മി മാർക്കോനോട് പറയുന്നുണ്ട്, ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട്, കണ്ണേട്ടൻ്റെ ഇടത് കാലും അതുപോലെ 2 കാലുകൾക്കും ഇപ്പോൾ ചലനശേഷി ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മാർക്കോക്കും ഇത് കേൾക്കുമ്പോൾ വളരെയേറെ സന്തോഷമാവുന്നുണ്ട്. ഇത് കേൾക്കുന്ന മാർക്കോ പറയുന്നു, കണ്ണൻ സാറിന് എന്തായാലും എത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കും, നിങ്ങളുടെ കൂടെ ദൈവമുണ്ടെന്നും മാർക്കോ പറയുകയാണ് കേട്ടോ. അതേസമയം കണ്ണൻ പറയുന്നുണ്ട്, ഈ മേഘനാഥനിട്ട് ഒന്ന് കൊടുക്കണമല്ലോ പണി, അവൻ കുറച്ച് കൂടിയിരിക്കുകയാണല്ലോ എന്നൊക്കെ പറയും. മാർക്കോ പറയുന്നുണ്ട്, അതൊന്നും സാറിപ്പോൾ ഒന്നും ചെയ്യേണ്ട, അവനിക്കുള്ള പണിയെല്ലാം പിന്നാലെ വരുന്നുണ്ടെന്നെല്ലാം പറയുന്നുണ്ട്. അത് വിശദമായിട്ട് തന്നെ കണ്ണൻ സാറിനോട് ഞാൻ പിന്നീട് പറയാമെന്ന് പറയാണ്. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും വീണ്ടും കമലേശ്വരത്തേക്ക് വരുന്നു. കമലേശ്വരത്തേക്ക് വന്നു കയറുന്ന മഹാലക്ഷ്മിയെ കാണുന്ന ദുർഗയ്ക്കും ഉണ്ണിക്കും കരുണയ്ക്കും ഒരു ദേഷ്യം വരെയാണ്. ഒരു പോറൽ പോലും ഇല്ലാണ്ടാണ് മഹാലക്ഷ്മി അവിടേക്ക് എത്തിയത്. അതേസമയം ദുർഗ ചോദിക്കുന്നു, എന്തായി മോനെ, ചികിത്സയൊക്കെ നല്ല രീതിയിൽ തന്നെ നടന്നോ എന്ന് ഒരു ആക്കിച്ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നത്, ചികിത്സ മാത്രമല്ല മറ്റൊരു സംഭവം കൂടി ഉണ്ടായി, മഹാലക്ഷ്മിയെ ചിലർ ചേർന്ന് ആക്രമിക്കാൻ ശ്രമിച്ചു എന്നെല്ലാം പറയുന്നു. അതിനെക്കുറിച്ചെന്താ നിങ്ങളാരും ഒന്നും ചോദിക്കാത്തതെന്ന് കണ്ണൻ ചോദിക്കുന്നുണ്ട്. അതിനിപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാനാ മോനെ, ഇവളെ ഈ ഗുണ്ടകളൊക്കെ തട്ടിക്കൊണ്ട് പോകുന്നത് ആദ്യത്തെ സംഭവമൊന്നും അല്ലല്ലോ എന്നെല്ലാം ദുർഗ പറയുന്നുണ്ട്. അതേസമയം കരുണ പറയുന്നുണ്ട്, ഇവള് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതാണോ അല്ലെങ്കിൽ കണ്ണേട്ടനില്ലാ സമയം നോക്കി ഇവൾ ആരുടെയോട് കൂടെ പോകാൻ ശ്രമിച്ചതാണോ എന്നെല്ലാം പറയുമ്പോൾ മഹാലക്ഷ്മി നിർത്താൻ പറയുന്നുണ്ട് കരുണയോട്. നീ വലിയ വർത്താനം പറയാൻ, നിൻ്റെ ഈ മറുപടിക്ക് നിൻ്റെ കാരണം നോക്കി എനിക്ക് തുറന്ന് തരാൻ അറിയില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഞാനത് ചെയ്തിട്ട് എത്ര അടിച്ചാലും നീ നന്നാവില്ല, അതുകൊണ്ട് മാത്രം ഞാനത് ചെയ്യാത്തതെന്ന് പറയുന്നു. നിൻ്റെ അച്ഛനും മുത്തശ്ശിയും കൂടെ അത്രയും വഷളാക്കി വെച്ചിരിക്കുകയാണെന്നും എല്ലാം മഹാലക്ഷ്മി അവിടെ പറയുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ഇതാരാ ചെയ്യിച്ചതെന്ന് എനിക്ക് വ്യക്തമായിട്ട് തന്നെ അറിയാം, അതിനുള്ള തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്, എന്തായാലും നിങ്ങളും അയാളുടെ ഒപ്പം കൂട്ടുനിന്നവരായിരിക്കും, അതിലൊരു സംശയവുമില്ല എന്ന് പറയുന്നു. പക്ഷേ ഇനി അത് നടക്കില്ല, എൻ്റെ കൂടെ ഈ വീട്ടിൽ നിന്നിട്ട് എന്നെയും എൻ്റെ മഹാലക്ഷ്മിയെയും ഇങ്ങനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവർ ഇനി ഒരു കാരണവശാലും ഞാൻ ഇവിടെ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് കണ്ണൻ തീരുമാനിക്കുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന ദുർഗയും കരുണയും അതുപോലെ ഉണ്ണിയും ആകെ ഞെട്ടുന്നുണ്ട്. അങ്ങനെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡ് വളരെ ത്രില്ലിംഗായ എപ്പിസോഡുകളാണ്. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.